ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന ടോപ്പിക്കിലെ 25 ക്വസ്റ്റ്യൻസ് ആണ്. മാരത്തോൺ MCQ ആണ്. 25 ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അപ്പം നമ്മൾ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ ടോപ്പിക്കാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രം, അല്ലെ? അതിന്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ സി അമർത്യ സെൻ, ഓപ്ഷൻ ഡി നരസിംഹ റാവു. ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്? ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് തന്നെയാണ് വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതിയുടെ കർത്താവും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ വ്യവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട ലെയ്സ് ഫെയർ വ്യക്തിവാദ സിദ്ധാന്തം എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? ആഡം സ്മിത്ത് തന്നെയാണ്. വെൽത്ത് ഓഫ് നാഷൻസ്, അതുപോലെ തന്നെ ലെയ്സ് ഫെയർ എന്നിങ്ങനെ വേണം ചോദിക്കാം. ഇപ്രാവശ്യം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ വേണമെങ്കിൽ ചോദിക്കാം വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആഡം സ്മിത്ത് തന്നെയാണ്. അതുപോലെ തന്നെ വ്യവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിവാദ സിദ്ധാന്തം അല്ലെങ്കിൽ ലെയ്സ് ഫെയർ എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് തന്നെയാണ്? ആഡം സ്മിത്ത് തന്നെയാണ്. നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് വിഭാഗങ്ങളാണുള്ളത്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മാക്രോ എക്കണോമിക്സ് ഉണ്ട്, മൈക്രോ എക്കണോമിക്സ് ഉണ്ട്. എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മൈക്രോ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ, അല്ലെ? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. അതിൽ ജനറൽ തിയറിയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ജനറൽ തിയറി എന്ന് പറയുമ്പോൾ പൊതുസിദ്ധാന്തമാണ് ഇത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. വില സിദ്ധാന്തം അതായത് പ്രൈസ് തിയറിയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രൈസ് തിയറിയും ജനറൽ തിയറിയാണ് ഏതെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ്. ജനറൽ തിയറിയാണ് മാക്രോ എക്കണോമിക്സ്, പ്രൈസ് തിയറിയാണ് മൈക്രോ എക്കണോമിക്സ്. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. ഒരു രാജ്യത്തിന്റെ മൂലധനം, സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്നാണ് ചോദ്യം. എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഉദാരവൽക്കരണം, ഓപ്ഷൻ ബി ആഗോളവൽക്കരണം, ഓപ്ഷൻ സി ദേശസാൽക്കരണം, ഓപ്ഷൻ ഡി സ്വകാര്യവൽക്കരണം. ഏതാണ് റൈറ്റ് ആൻസർ? ഒരു രാജ്യത്തിന്റെ മൂലധനം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആഗോളവൽക്കരണം എന്ന പേരിൽ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആഗോളവൽക്കരണം. എന്താണ് കറക്റ്റ് ഡെഫിനിഷൻ? ആഗോളവൽക്കരണത്തിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്താണ്? ഉചിതമായ സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, അതാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. പലപ്പോഴും മറ്റ് മണ്ഡലങ്ങളെക്കാളും ഉപരിയായി സാമ്പത്തിക മേഖലകളിലുള്ള ഒത്തുചേരലാണ് ആഗോളവൽക്കരണം റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ദാരിദ്ര്യ നിർണായ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2100 കലോറി, ഓപ്ഷൻ ബി 2600 കലോറി, ഓപ്ഷൻ സി 1400 കലോറി, ഓപ്ഷൻ ഡി 2400 കലോറി. ദാരിദ്ര്യ നിർണായ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം അല്ലെ ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2400 കലോറിയാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2400 കലോറി. അടുത്ത ചോദ്യമാണ് നാലാമത്തെ ചോദ്യം. 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ന്യൂയോർക്ക്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ലണ്ടൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ന്യൂയോർക്ക്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബുൾ, ഓപ്ഷൻ ബി ഗിൽഡ്, ഓപ്ഷൻ സി ബ്ലൂ ചിപ്പ്, ഓപ്ഷൻ ഡി ബിയർ. ഏത് പേരിലാണ് ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഗിൽഡ്. ഇതിൽ ബുൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഓഹരി വിപണിയിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന പദമാണ്. ബുൾ എന്ന് പറയുമ്പോൾ കാള, അല്ലെ? ഓഹരി വിപണിയിലെ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന പദമാണ് ബുൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്. ഗിൽഡ് എന്തായിരുന്നു? ഗിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ് എന്ന പേരിലാണ്. ബ്ലൂ ചിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്ന പേരാണ് ബ്ലൂ ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കാള, ബുൾ എന്ന് പറയുന്നത് ഉയർച്ച അല്ലെ, ഗവൺമെന്റ് ഓഹരികൾ ഗിൽഡ്, ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞാൽ വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്നതാണ് ബ്ലൂ ചിപ്പ് എന്ന പേരിൽ. ഇനി ഓഹരി വിപണിയിലെ തകർച്ച, ഉയർച്ച നമ്മൾ പറഞ്ഞ ബുള്ളാണ്, തകർച്ചയെ സൂചിപ്പിക്കുന്ന പദമാണ് ബിയർ അല്ലെങ്കിൽ കരടി എന്നർത്ഥം വരുന്ന ബിയർ ആണ് ഓഹരി വിപണിയിലെ തകർച്ചയെ സൂചിപ്പിക്കുന്ന പദം. ഉയർച്ചയെ ബുൾ, തകർച്ച എന്താണ് ബിയർ, ഗവൺമെന്റ് ഓഹരികളാണെങ്കിൽ ഗിൽഡ്, വില കൂടിയ ഓഹരികളാണെങ്കിൽ ബ്ലൂ ചിപ്പ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രാജാ ചെല്ലയ്യ കമ്മിറ്റി, ഓപ്ഷൻ ബി മൽഹോത്ര കമ്മിറ്റി, ഓപ്ഷൻ സി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ഓപ്ഷൻ ഡി ബേസൽ കമ്മിറ്റി. അപ്പോൾ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? രാജാ ചെല്ലയ്യ കമ്മിറ്റിയാണ്. 1991 എന്താണ് നികുതി എന്ന് പറയുന്നത്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതി എന്ന് പറയുന്നത്. 2 തരം നികുതികളാണുള്ളത്. പ്രത്യക്ഷ നികുതി ഉണ്ട്, അതുപോലെ തന്നെ പരോക്ഷ നികുതി ഉണ്ട്. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി ചുമത്തപ്പെടുന്ന ആൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ആദായ നികുതി, ഭൂനികുതി, പരസ്യ നികുതി, കോർപ്പറേഷൻ നികുതിയൊക്കെ എന്താണ്? പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്? ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വിൽപ്പന നികുതി, വാറ്റ്, കസ്റ്റംസ് നികുതി, കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി എന്നിവയൊക്കെ. നികുതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. എന്താണ് ജോൺ മത്തായി കമ്മീഷൻ? അത് നിലവിൽ വന്നത് 1954 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനകളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. നിലവിൽ വന്ന വർഷം എന്നാണ്? 1954. ഇന്ത്യയില് നികുതി നിയമം നിലവിൽ വന്നത് 1962 ഏപ്രിൽ 1 നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാന്ന് നമ്മൾ പറഞ്ഞു? രാജാ ചെല്ലയ്യ കമ്മിറ്റിയാണ്. 1991 അല്ലെ. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 265 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 265 നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. പാലം, റോഡ് എന്നിവയിലൂടെ വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതി എന്താണത്? ടോളാണ് അല്ലെ, ടോളാണ്. ഇനി നികുതികളിൽ ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്താണ്. മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഫ്രാൻസിലാണ്. ഓക്കെ. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ന്യൂസിലൻഡ് ആണ്. കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്ക് ആണ്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ന്യൂസിലൻഡ് ആണ്. ലോകത്തിൽ തന്നെ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്ത് ആണ്. മൂല്യവർദ്ധിത നികുതി എവിടെയാണ് ഏർപ്പെടുത്തിയത്? ആദ്യം ഫ്രാൻസിലാണ്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ന്യൂസിലൻഡ് ആണ് അല്ലെ. കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? കൊഴുപ്പ് നികുതി ഡെൻമാർക്ക് ആണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്താണ്? സ്റ്റേറ്റ് GST ആണ്. ആ GST നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസിലാണ്. കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഡെൻമാർക്ക് ആണെന്ന് പറഞ്ഞു. എന്നാൽ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം സ്റ്റേറ്റ് GST എന്ന് പറഞ്ഞു. GST നിലവിൽ വരുന്നതിന് മുൻപ് വരെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം അപ്പൊ എന്തായിരുന്നു? വിൽപ്പന നികുതിയായിരുന്നു. ഇപ്പോൾ എന്താണ്? സ്റ്റേറ്റ് GST ആണ്. GST വരുന്നതിന് മുന്നേ എന്തായിരുന്നു? വിൽപ്പന നികുതിയായിരുന്നു. ഓക്കെ. പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം കെട്ടിട നികുതിയാണ്. പഞ്ചായത്തുകളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? കെട്ടിട നികുതിയാണ്. ഈ കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണ്? കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ എന്ന് പറയുന്നത് CGST, അതുപോലെ തന്നെ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്താണ്? ആദായ നികുതി അല്ലെ. നമ്മൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതിയാണ് CGST അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണ്? SGST വിൽപ്പന നികുതി, അതുപോലെ തന്നെ വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി എന്നിവയൊക്കെയാണ് സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതി. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതി ഏതൊക്കെയാണ്? കെട്ടിട നികുതി,
തൊഴിൽ നികുതി, പരസ്യ നികുതി, അതുപോലെ തന്നെ വിനോദ നികുതി എന്നിവയ്ക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതി. അപ്പോൾ കേന്ദ്ര സർക്കാരിലേക്കാണെങ്കിൽ CGSTയും ഇൻകം ടാക്സും, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിലേക്കാണെങ്കിൽ SGST, വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. ഏഴാമത്തെ ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേറ്റ് GST, ഓപ്ഷൻ ബി കെട്ടിട നികുതി, ഓപ്ഷൻ സി തൊഴിൽ നികുതി, ഓപ്ഷൻ ഡി പരസ്യ നികുതി. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്താണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ സ്റ്റേറ്റ് GST. GST നിലവിൽ വരുന്നതിന് മുൻപ് വരെ സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് വിൽപ്പന നികുതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പ്രധാന വരുമാന മാർഗം സ്റ്റേറ്റ് GST ആണ്. അതിന് മുൻപ് വരെ എന്തായിരുന്നു? വിൽപ്പന നികുതിയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നീ വിശേഷണങ്ങളുള്ള റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ റിസർവ് ബാങ്കിന്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ അല്ലെ? എന്തൊക്കെ വിശേഷണങ്ങളുള്ളത്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ പണനയത്തിന്റെ ചുമതല വഹിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. അതുപോലെ തന്നെ വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി എണ്ണപ്പനയാണ്. എണ്ണപ്പനയാണ് റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എന്ന് പറയുന്നത്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയാനുള്ളത്? ഇന്ത്യയിൽ പണനയത്തിന്റെ ചുമതല വഹിക്കുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ? ബാങ്കുകളുടെ ബാങ്ക് LDCയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. LDC തിരുവനന്തപുരത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത്, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നാണ് RBI അറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്നാണ്? നമ്മൾ പറഞ്ഞു പാസ്സായത് 1934 പറഞ്ഞു. സ്ഥാപിതമായത് 1935 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ഓക്കെ, ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം രൂപീകൃതമായ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1926. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത് 1937. അപ്പൊ ആദ്യം എവിടെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു. പിന്നെ അത് മുംബൈയിലേക്ക് മാറ്റി 1937. ഇനി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുമ്പോൾ നമ്മളത് പറയണം. കാര്യം LDC കൊല്ലത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 1949. LDCയിൽ ആലപ്പുഴയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1949 തന്നെയാണ്. അപ്പൊ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷത്തിൽ തന്നെയാണ് 1949 തന്നെയാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ RBI ദേശീയവൽക്കരിക്കപ്പെട്ട വർഷം എന്നാണ്? 1949 തന്നെയാണ്. അപ്പൊ 1949 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശീയവൽക്കരിക്കപ്പെട്ട വർഷവും ഇത് തന്നെയാണ്. 1949 ജനുവരി 1 തന്നെയാണ്. ഇനി കേരളത്തില് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. നമ്മൾ പറഞ്ഞല്ലോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയാണ്. അങ്ങനെയാണെങ്കിൽ മൃഗം ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കടുവയാണ്. ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് റിസർവ് ബാങ്കിന് മാത്രമാണ്. അതിൽ ₹1 നോട്ടിൽ ഒഴികെ മറ്റ് കറൻസി നോട്ടുകൾ ഒപ്പുവെക്കുന്നത് ആരാണ്? RBI ഗവർണറാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ₹1 നോട്ടിൽ ഒഴികെ മറ്റ് കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്നത് RBI ഗവർണറാണ്. അപ്പോൾ ₹1 നോട്ടിൽ ആരാണ് ഒപ്പുവെക്കുന്നത്? ധനകാര്യ സെക്രട്ടറിയാണ്. ക്ലിയർ? അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൃഷ്ണഗിരി, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി കോർബ, ഓപ്ഷൻ ഡി നാസിക്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ് അല്ലെ? അപ്പൊ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല കേരളത്തിലെ പാലക്കാടാണ്. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി പാലക്കാട്.
പാലക്കാട് ജില്ലയുടെ പ്രത്യേകതകൾ പോരട്ടെ, എന്തൊക്കെയാണ് പറയാനുള്ളത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് അല്ലെ. നിലക്കടല, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? അത് പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ലയാണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ലയാണ്. ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? പാലക്കാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ലയും ഏത് തന്നെയാണ്? പാലക്കാട് തന്നെയാണ്. നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് പാലക്കാട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, കേരളത്തില് കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല, രണ്ടും ഒന്നാണ്. ഏതാണ്? പാലക്കാട് തന്നെയാണ്. കാളപ്പൂട്ട് ഉത്സവം ആഘോഷിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. വനിതാ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയും ഏത് തന്നെയാണ്? പാലക്കാട് തന്നെയാണ്. വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് പാലക്കാട്. അപ്പൊ ആദ്യ നഗരം ഏതാണ്? എറണാകുളമാണ്. ഓക്കെ, വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ നഗരമാണ് പാലക്കാട്. ആദ്യ നഗരം എന്ന് പറയുന്നത് എറണാകുളമാണ്. ആദ്യ സമ്പൂർണ്ണ വൈദ്യുതവൽകൃത ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റവന്യൂ വില്ലേജുള്ള ജില്ലയാണ് ഏത്? പാലക്കാട് എന്ന് പറയുന്നത്. കേരളത്തിൽ സമുദ്രതീരമില്ലാത്ത ജില്ലയാണ് ഏത്? പാലക്കാട് എന്ന് പറയുന്നത്. കേരളത്തിൽ സമുദ്രതീരമില്ലാത്ത ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്നായ ഭവാനി ഒഴുകുന്ന ജില്ലയാണ് ഏത്? പാലക്കാട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങളിൽ ഒന്നായ ആലത്തൂര് എവിടെയാണുള്ളത്? പാലക്കാടാണ് അല്ലെ. അടുത്ത ചോദ്യമാണ് 10ാമത്തെ ചോദ്യം. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ 1969 ജൂലൈ 19 എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരണം നടത്തിയത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 19. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 14. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. കണ്ടു, ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ കിരൺ, ഓപ്ഷൻ ബി തരുൺ, ഓപ്ഷൻ സി ശിശു, ഓപ്ഷൻ ഡി കിഷോർ എന്നാണ് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ്. കിഷോർ. അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ നോക്കിക്കേ, ഉൾപ്പെടാത്തതാണ്. മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ കിരൺ ആണ്. തരുൺ, ശിശു, കിഷോർ എന്നിവയെല്ലാം മുദ്രാ ലോൺ മേളകൾ വഴി ഉൾപ്പെടുന്ന ലോണുകളാണ്. അടുത്ത ചോദ്യമാണ് 12ാമത്തെ ചോദ്യം. ഹരോൾഡ് ഡോമർ മാതൃക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 2ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 4ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 8ാം പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ മാതൃക ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? The right answer is option A 1ാം പഞ്ചവത്സര പദ്ധതി. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയോ മഹലനോബിസ് മാതൃക എന്നാണ്. 4ാം പഞ്ചവത്സര പദ്ധതിയോ ഗാഡ്ഗിൻ മാതൃക എന്നാണ്. 8ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മാതൃക എന്നാണ്. ഓക്കെ, അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത്. 4ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൻ മാതൃക എന്നറിയപ്പെടുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മാതൃക എന്ന് അറിയപ്പെടുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1951 to 56 വരെയാണ്. അവതരിപ്പിച്ചത് 1951 ഡിസംബർ 8-നാണ്. 1951 ഏപ്രിൽ 1-നാണ് 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആരംഭിച്ചത് എന്നാണ്? 1951 ഏപ്രിൽ 1-നാണ്. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷിക്കായിരുന്നു. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. അത് ഊന്നൽ നൽകിയത് കൃഷി, ജലസേചനം എന്നിവയൊക്കെയായിരുന്നു. അപ്പൊ അത് അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. അതിന്റെ ആമുഖം തയ്യാറാക്കിയത് ഒരു മലയാളിയാണ്, ഡോക്ടർ KN രാജാണ് അതിന്റെ ആമുഖം തയ്യാറാക്കിയത്. 1952 ഒക്ടോബർ 2-ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ച് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചത്. അതായത് 1952 ഒക്ടോബർ 2-ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും അതുപോലെ തന്നെ കുടുംബാസൂത്രണം എന്നിവയൊക്കെ ആവിഷ്കരിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്.
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 IIT-കൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1953 ഡിസംബർ 28-നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയൊക്കെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച പ്രധാന അണക്കെട്ടുകൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1% ആയിരുന്നു. എന്നാൽ കൈവരിച്ചത് 3.6% ആയിരുന്നു. അടുത്ത ചോദ്യമാണ് 13ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മുതലാളിത്തം, ഓപ്ഷൻ ബി സോഷ്യലിസം, ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇന്ത്യയിൽ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കണോമി. എന്താണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്? എന്താണ്? ഉൽപാദന വിതരണ മേഖലകളിൽ മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പ്രത്യേകത ഉൾക്കൊള്ളുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2019 നോബൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഭിജിത്ത് ബാനർജി, ഓപ്ഷൻ ബി ഒലിവർ ഹാർട്ട്, ഓപ്ഷൻ സി എസ്തർ ഡഫ്ലോ, ഓപ്ഷൻ ഡി മൈക്കൽ ക്രെമർ. അപ്പോൾ ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2019 നോബൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഒലിവർ ഹാർട്ട്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്ന് വിളിക്കുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഉൽപ്പന്ന രീതി, ഓപ്ഷൻ ബി വരുമാന രീതി, ഓപ്ഷൻ സി ചെലവ് രീതി, ഓപ്ഷൻ ഡി സേവന രീതി. ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഉൽപ്പന്ന രീതിയാണ്. കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്ന് വിളിക്കുന്ന ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഏതാണ്? ഉൽപ്പന്ന രീതി. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. പെഗ്ഡ് വിനിമയ നിരക്ക് എന്നറിയപ്പെടുന്നത്, അതായത് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അയവുള്ള വിനിമയ നിരക്ക്, ഓപ്ഷൻ ബി സ്ഥിര വിനിമയ നിരക്ക്, ഓപ്ഷൻ സി ഫ്ലോട്ടിംഗ് വിനിമയ നിരക്ക്, ഓപ്ഷൻ ഡി മാനേജ് ഫ്ലോട്ടിംഗ് വിനിമയ സമ്പ്രദായം. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്ഥിര വിനിമയ നിരക്ക്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. കമ്പനിയുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിന് എന്താണ് പറയുക? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വിൽപ്പന നികുതി, ഓപ്ഷൻ ബി കോർപ്പറേറ്റ് നികുതി, ഓപ്ഷൻ സി ഭൂനികുതി, ഓപ്ഷൻ ഡി ചരക്ക് സേവന നികുതി. എളുപ്പമാണല്ലേ? ഏതാണ്? കോർപ്പറേറ്റ് നികുതിയാണ്. കമ്പനിയുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി ഏതാണ്? കോർപ്പറേറ്റ് നികുതി. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. RBI റിസർവ് ബാങ്ക് നിലവിൽ വന്നത് ഏത് വർഷമായിരുന്നു? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ. റിസർവ് ബാങ്ക് നിലവിൽ വന്നതാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1945, ഒരു 5 നമുക്കറിയാം. ഓപ്ഷൻ ബി 1935, ഓപ്ഷൻ സി 1955, ഓപ്ഷൻ ഡി 1925. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഏത് വർഷമാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 1935. ഡേറ്റ് ഓർമ്മയുണ്ടോ? ഏപ്രിൽ 1-ന്. 1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം എന്നാണ്? 1934-നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത്. വായ്പകളുടെ നിയന്ത്രകൻ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ബാങ്കാണ് ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി, അതായത് വാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വാല്യൂ ആഡഡ് ടാക്സ് അല്ലെ. വാല്യൂ ആഡഡ് ടാക്സ് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2005 ഏപ്രിൽ 1-നാണെന്ന് ഉറപ്പാണല്ലേ. നമുക്ക് വർഷം മാത്രമാണ് അറിയാനുള്ളൂ. ഓപ്ഷൻ ബി 2003 ഏപ്രിൽ 1, ഓപ്ഷൻ സി 2004 ഏപ്രിൽ 1, ഓപ്ഷൻ ഡി 2002 ഏപ്രിൽ 1. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2005 ഏപ്രിൽ 1-നാണ് എന്ത് നിലവിൽ വന്നത്? വാല്യൂ ആഡഡ് ടാക്സ് എന്നറിയപ്പെടുന്ന വാറ്റ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ഏപ്രിൽ 1-നാണ്. അത് ആ സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ രാജ്യം, അതായത് വാറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ആണ് 1954. എന്നാൽ ഏർപ്പെടുത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണ കൊറിയയാണ്. മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ്. അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ധനകാര്യ മന്ത്രിമാരുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അസിം ദാസ് ഗുപ്തയാണ്. ഓക്കെ.
2017 ജൂലൈ 1 വാല്യൂ ആഡഡ് ടാക്സ് എന്ത് ചെയ്തു? GST ലയിപ്പിച്ചു. അതും ജൂലൈ 1 തന്നെയാണ് അല്ലെ. 2017 ജൂലൈ 1 വാല്യൂ ആഡഡ് ടാക്സ് എന്തിലാണ് ലയിപ്പിച്ചത്? GST ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, GST കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചെയർമാൻ നീതി ആയോഗ്, ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യ മന്ത്രി, ഓപ്ഷൻ സി കേന്ദ്ര റവന്യൂ സഹമന്ത്രി, ഓപ്ഷൻ ഡി സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ. കേന്ദ്ര ധനകാര്യ മന്ത്രി എന്ന് പറയുമ്പോൾ GST കൗൺസിലിന്റെ അധ്യക്ഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്ത ആരായിരിക്കും? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ചെയർമാൻ നീതി ആയോഗ്. അടുത്ത ചോദ്യമാണ് 21ാമത്തെ ചോദ്യം. ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം, ആ റുപ്പീസ് എന്നുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്ത തമിഴ്നാട് സ്വദേശി ആരാണ്? ചോദ്യം ഓപ്ഷൻസ് നോക്കാം. ഡി അജയകുമാർ. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. എല്ലാത്തിലും ഡിയും ഉണ്ട്, എല്ലാത്തിലും കുമാറും ഉണ്ട്. അങ്ങനെ പഠിച്ചു വെച്ചാൽ തെറ്റും. നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കി. ഓപ്ഷൻ എ ഡി അജയകുമാർ, ഓപ്ഷൻ ബി ഡി ഉദയകുമാർ, ഓപ്ഷൻ സി ഡി അഭയകുമാർ, ഓപ്ഷൻ ഡി ദേവകുമാർ. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഡി ഉദയകുമാർ ആണ് കേട്ടോ. ഡി ഉദയകുമാർ, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. അത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 2010 ജൂലൈ 15 അപ്പൊ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ദേവനാഗരി ലാറ്റിൻ ലിപികളുടെ സമ്മിശ്രമാണ്. സ്വന്തമായി കറൻസി ചിഹ്നമുള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. യൂറോ, ഡോളർ, യെൻ, പൗണ്ട് എന്നിവയാണ് ചിഹ്നമുള്ള മറ്റു കറൻസികൾ. നമ്മൾ ഇന്ത്യൻ കറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 രൂപ നോട്ട് ഒഴികെയുള്ള കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞു. അപ്പോൾ 1 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. 1 രൂപ നോട്ടുകൾ ഒപ്പുവെക്കുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. 1 രൂപ ഒഴികെയുള്ള നോട്ടുകൾ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളുടെ എണ്ണം എത്രയാണ്? 17 ഭാഷകളാണ്. അതിൽ എത്രാമത്തെയാണ് മലയാളം? 7ാമത്തെ ഭാഷയാണ് അതിൽ മലയാളം എന്ന് പറയുന്നത്. ഇന്ത്യൻ കറൻസി പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഷ അസാമീസ് ആണ്. നല്ല ആൽഫബറ്റിക് ഓർഡറിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ കറൻസി പാനലിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാന ഭാഷ ഉറുദു ആണ്. നമ്മൾ ഈ ഭാഷകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 3 നമ്പറാണ് 7, 8, 5. എന്താണ് പ്രത്യേകത? 7 ഇന്ത്യൻ കറൻസി പാനലിൽ മലയാള ഭാഷയുടെ സ്ഥാനം 7 ഭരണഘടനയുടെ 8ാം പട്ടികയിൽ മലയാള ഭാഷയുടെ സ്ഥാനം 8 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5ാമത്തെ ഭാഷയാണ്. അപ്പോൾ 7, 8, 5 മറക്കരുത്. എന്താണ്? ഇന്ത്യൻ കറൻസി പാനലിൽ മലയാള ഭാഷയുടെ സ്ഥാനമാണ് 7. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ മലയാള ഭാഷയുടെ സ്ഥാനം 8. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? 5. ഓക്കെ. അടുത്ത ചോദ്യമാണ് 22ാമത്തെ ചോദ്യം. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. അതായത് മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമർത്യ സെൻ, ഓപ്ഷൻ ബി വാക്കർ, ഓപ്ഷൻ സി ആഡം സ്മിത്ത്, ഓപ്ഷൻ ഡി ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ ആരാണ് അങ്ങനെ പറഞ്ഞത്? മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞത് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി വാക്കർ. പീറ്റർ വി വാക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം അല്ലെ. മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞ ആരാണ്? പീറ്റർ വി വാക്കർ. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്നവയിൽ ഒരു സാധനത്തിന്റെ കമ്പോള വില അതായത് മാർക്കറ്റ് പ്രൈസ് കാണുന്നതിന്റെ സമവാക്യം ഇക്വേഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഫാക്ടർ കോസ്റ്റും ഇൻഡയറക്ട് ടാക്സും അതുപോലെ തന്നെ ഫാക്ടർ കോസ്റ്റും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് മൈനസ് ഇൻഡയറക്ട് ടാക്സ്. ഓപ്ഷൻ ബി മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്ട് ടാക്സ്. ഓപ്ഷൻ സി മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഓപ്ഷൻ ഡി മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ IBI ഏറ്റവും പഴക്കം ചെന്ന ബാങ്കുകളിൽ ഒന്നാണ് IBI എന്ന് പറയുന്നത്. അത് സ്ഥാപിതമായത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1923, ഓപ്ഷൻ ബി 1921, ഓപ്ഷൻ സി 1922, ഓപ്ഷൻ ഡി 1920. ഏതാണ് റൈറ്റ് ആൻസർ? IBI എന്നാണ് സ്ഥാപിതമായത്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി 1921. 1955 SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു.
അപ്പോൾ IBIയുടെ പിൻഗാമിയാണ് SBI അല്ലെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കായിട്ടുള്ള SBI ആണ് ഏതിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത്? IBI, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിൻഗാമി. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? നമ്മൾ പറഞ്ഞൊരു കാര്യമാണത്, ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമർത്യ സെൻ, ഓപ്ഷൻ ബി വോക്കർ, ഓപ്ഷൻ സി ആഡം സ്മിത്ത്, ഓപ്ഷൻ ഡി ആൽഫ്രഡ് മാർഷൽ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയുടെ കർത്താവ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ ബുക്സ് എഴുതിയിരിക്കുന്നത് അമർത്യ സെൻ ആണെന്ന് തോന്നുന്നു. 8ഓളം ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റേഷണാലിറ്റി ആൻഡ് ഫ്രീഡം, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, പോവർട്ടി ആൻഡ് ഫാമിൻ, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഏഷ്യൻ വാല്യൂസ്, അങ്ങനെ കുറേ അധികം ബുക്കുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ആര്? അമർത്യ സെൻ. എന്നാൽ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞത്? ആഡം സ്മിത്ത്. ഓക്കെ ഓക്കെ അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സാമ്പത്തിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.